ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഹാർട്ട് ഷേപ്പിൽ ചോക്ലേറ്റ് ഷിഫോൺ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് വിത്ത് ഗനാഷ്. അപ്പോൾ നമ്മളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ബർത്ത്ഡേയ്സ്, വെഡിങ് ആനിവേഴ്സറീസ്, അതുപോലെയുള്ള കുഞ്ഞു ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ കേക്ക് ഉണ്ടാക്കാമല്ലോ. ഇതൊരു 2 ലെയർ കേക്കാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കുക, മുഴുവനായിട്ടും കാണുക. ഞാൻ ഇതിനകത്ത് ടേക്ക് കെയർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുടെയും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പിലെ പാൻ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ബട്ടറൊക്കെ ഒന്ന് തേച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് ഒക്കെ വെക്കാം. ഏത് ഷേപ്പിലെ പാൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം സ്ക്വയർ ഷേപ്പിലെ പാനോ അല്ലെങ്കിൽ റൗണ്ടിലുള്ളതാണെങ്കിലൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഹാർട്ട് ഷേപ്പിലെ പാൻ എടുത്തു എന്നേ ഉള്ളേ. അപ്പം ഫുള്ളൊന്ന് ബട്ടറൊക്കെ എല്ലാ സൈഡിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇതിനെ കേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, സൈഡിലും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ ഈ മൈദ ഇതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് താഴെയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതല്ലെങ്കിൽ ജസ്റ്റ് സിങ്കിന്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് തട്ടിയാലും മതി, എക്സ്ട്രാ പൊടി വീണിട്ടുണ്ടെങ്കിൽ അത് പോവാനായിട്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് ഓയിൽ എടുത്തിട്ട് ആ ഓയിലിലേക്ക് ഒരു 1/3 കപ്പ് കോഫി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കോഫി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോഫി പൗഡർ ഇല്ലേ, ആ കോഫി പൗഡർ കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചത് അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഓയിൽ എടുത്തേക്കുന്നത് അങ്ങനെ ഫ്ലേവർലെസ് ഓയിലാണ് കേട്ടോ. ഇപ്പം വെളിച്ചെണ്ണയും അങ്ങനത്തെ ഒന്നും എടുക്കല്ലേ. അപ്പം അത് എടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2/3 കപ്സ് നമ്മളുടെ മൈദ എടുത്തേക്കുന്നത്, ഓൾ പർപ്പസ് ഫ്ലോർ അല്ലേ, അതെടുത്ത് അതിനെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട്. അതിൻ്റെ കൂടെ ഒരു 1/3 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. തരിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടും. ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇതിനെല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്യും. നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതെല്ലാം ഒരുമിച്ചങ്ങ് ആവണം. അപ്പോൾ ഇത്രയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 4 മുട്ട എടുത്തതിൽ നമുക്ക് 3 എണ്ണത്തിൻ്റെ ആ മഞ്ഞയും 4 എണ്ണത്തിൻ്റെ വൈറ്റും ആണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ മഞ്ഞയും വെള്ളയും പല രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തില്ലേ, അതുകൊണ്ട് എടുക്കുമ്പോൾ നല്ല എളുപ്പത്തിന് അങ്ങ് കിട്ടുവേ. ആ യെല്ലോ മാത്രമായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലേക്ക് 3 എണ്ണമാണ് യെല്ലോ വേണ്ടതെന്ന് പറഞ്ഞില്ലേ, ആ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഒരു 2/3 കപ്സ് ഓഫ് ഗ്രാനുലേറ്റഡ് വൈറ്റ് ഷുഗർ ആണ് ഇടുന്നത്. ഈ വൈറ്റ് ഷുഗറിന് നമ്മളൊന്ന് നല്ലതുപോലെ പൊടിച്ചിട്ട്, തരിയൊന്നും വരണ്ട, നമ്മൾ ഈ കേക്കൊക്കെ കഴിക്കുമ്പോഴത്തേന് നല്ല സ്മൂത്തായിട്ടൊക്കെ വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തേക്കുന്ന വൈറ്റ് ഷുഗർ ഇട്ടിട്ട് അതിനെ വീണ്ടും നമ്മൾ ഈ ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യും. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലതുപോലെ നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്ന ആ ഒരു പരുവമുണ്ടല്ലോ. ആ പരുവായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ കോഫിയും വാനില എസൻസും ഓയിലും എല്ലാം കൂടെ അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു ചെറിയ പാത്രത്തിൽ. അതിനെ സ്ലോലി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 or 3 തവണയൊക്കെ ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒറ്റയടിക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേനും പിന്നെ എല്ലാം നല്ലതുപോലെ അങ്ങ് എല്ലായിടത്തേക്കും ആയില്ലെങ്കിലോ. അതുകൊണ്ടാണ് നമ്മൾ 1, 2, ഒരു 3 തവണയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനും ഇത് ഫുള്ളായിട്ട് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഇതുപോലെ ഇളക്കി ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ആ മെഷർമെൻ്റ് ഒക്കെ നോക്കി ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുട്ടയുടെ 4 എഗ് വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് അതിനെ ഈ ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യണേ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ പത പോലെ അങ്ങ് വരും. ആ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ നാരങ്ങ നീര് ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് അത് വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യണം. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം കേട്ടോ.
അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് ഒരു 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ ആ ഒരു പീക്ക് വരുന്നതായിട്ട് കാണാം. ആ ടൈമിൽ നമുക്ക് നമ്മളുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാവേ. അപ്പോൾ നമ്മൾ ഓവൻ ഒരു 220°C ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 15 മിനിറ്റ്സ് ഒക്കെയാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെഡിയാക്കി കൊണ്ടുവരുന്ന എഗ് വൈറ്റിന്റെ നല്ല പീക്കായിട്ട് വന്ന ആ ഒരു മിക്സ്ചർ ഇല്ലേ, ഇതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് സ്ലോലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് നമ്മളുടെ ഉള്ള ഒരു സ്പാച്ചുല കൊണ്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ആവണം. ഇത് നമ്മൾ നേരത്തെ ആ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും പിന്നെ ആ കോഫിയുടെ മിക്സും എല്ലാം കൂടെ റെഡിയാക്കി ആദ്യം വെച്ച ബാറ്ററാണ് കേട്ടോ. ആദ്യം നമ്മളൊരു ബാറ്റർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിലേക്കാണ് ഈ എഗ് വൈറ്റിന്റെ ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പീക്കായിട്ട് വന്ന സംഭവത്തിന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പാനിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് എന്തായാലും എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ആ എയർ ബബിൾസ് റിലീസ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പം ഈ ടൂത്ത് പിക്ക് ആണെങ്കിൽ ആ ടൂത്ത് പിക്കും കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫുൾ ഒന്ന് വരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആയിട്ടുള്ള എയർ ബബിൾസ് ഒക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓവൻ ഒന്ന് നല്ലതുപോലെ പ്രീ ഹീറ്റ് ആയതിനു ശേഷം ഈ സംഭവത്തിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇത് ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു 30 to 40 മിനിറ്റ്സ് ആണ് കേട്ടോ ടൈം. പിന്നെ ഇത് ഷിഫോൺ കേക്ക് ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഷിഫോൺ കേക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്പഞ്ച് കേക്കിന്റെയും അതേപോലെ ബട്ടർ കേക്കിന്റെയും കൂടെ ഇടയ്ക്ക് വരുന്നൊരു കേക്കാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഏറ്റവും നല്ല വശങ്ങളെല്ലാം ഈ ഷിഫോൺ കേക്കിൽ ഉണ്ടാവും. അതേപോലെ ഷിഫോൺ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഇത് നല്ലതുപോലെ പൊങ്ങി വരും, എന്നിട്ട് താന്നു പോകും. അതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ ചൂട് പോകുമ്പോൾ ഒന്ന് താന്നു പോകും. പക്ഷെ അത് കണ്ടിട്ട് പേടിക്കണ്ട. അപ്പൊ ആദ്യം ഞാനൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പം അത് അധികം ഫുള്ളായിട്ട് ബേക്ക് ആയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ നോക്കും ആയിട്ടുണ്ടോന്ന്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ആയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ കുറച്ച് നേരം കൂടെ വെച്ച് എന്നിട്ട് ഇപ്പോൾ ഒരു 35 to 40 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. ആ സമയത്തൊന്നും കുത്തി നോക്കുമ്പോഴത്തേക്കിനും പെർഫെക്റ്റ് ആയിട്ട് വന്ന് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല നമ്മളുടെ ടൂത്ത് പിക്കിൽ. അപ്പോൾ ആയിട്ടുണ്ട് സംഭവം. നമുക്ക് എടുത്തിട്ട് ഞാനൊരു വയർ റാക്കിൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ ചൂട് മാറാനായിട്ട്. അപ്പൊ ഇതിങ്ങനെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ഈ പാനിൽ ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് മറ്റേ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിരുന്നാണല്ലോ. അപ്പം നല്ല ഈസി ആയിട്ട് സൈഡിൽ നിന്ന് ഇതിനെ വിട്ട് കിട്ടും. അപ്പൊ അതൊന്നും അവിടെ ചൂടാറാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഇടയിൽ വരയ്ക്കുന്ന ആ ഒരു വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ചിട്ട് ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കണേ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ചോക്ലേറ്റ് വിപ്ഡ് ക്രീം ആണ്. ഇതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം എടുക്കുന്നത് നമ്മളൊരു 1/2 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഒരു 1/2 കപ്പ് എടുത്താൽ മതി ഇത്രയത്തിന്. അതിനകത്തേക്ക് ഞാനൊരു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും പൊടിച്ച പഞ്ചസാരയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ടിട്ട് ഇതിനെ നമ്മൾ നല്ലതുപോലെ വിപ്പ് ചെയ്യും. അത് ആ ബ്ലേഡിൽ നിന്ന് ആ ക്രീം അങ്ങനെ താഴേക്ക് കാര്യമായിട്ടൊന്നും വിട്ട് പോവാത്ത ആ ഒരു പരുവത്തിൽ. കാരണം ഇതിനെ നമ്മൾ കേക്കിന്റെ മുകളിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒലിച്ചങ്ങ് പോവരുതല്ലോ. ആ ഒരു ഉദ്ദേശത്തിനാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പം ആ ഒരു പരുവം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ആ സമയമാകുമ്പോഴത്തേനും നമ്മളുടെ കേക്കിന്റെ ചൂട് നല്ലതുപോലെ പോയിട്ടുണ്ടാവണം. ആ സമയത്ത് ചൂട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ചൂടൊന്ന് ആറാറാകുമ്പോഴത്തേക്കിനും ഈ ചോക്ലേറ്റ് വിപ്ഡ് ക്രീം റെഡിയാക്കിയാലും മതി കേട്ടോ. അപ്പം അതിനെ നമ്മൾ എടുത്തിട്ട് ഞാനിതിന് ലെയർ ആക്കുമ്പോഴത്തേക്കിനും നല്ലതുപോലെ കെയർ ചെയ്യണം. ഒരുപാട് മുകളിലും ഒരുപാട് താഴെയും ആയിട്ട് പോവരുത്. കറക്റ്റ് മിഡിലിൽ നിന്ന് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ 2 പീസും 2 സൈസിലായി പോകും. എന്നിട്ട് ഞാൻ ഒരു ലെയറിന്റെ മുകളിലേക്ക് നമ്മളിപ്പം റെഡിയാക്കിയ ആ ഒരു വിപ്ഡ് ക്രീം ഉണ്ടല്ലോ, ചോക്ലേറ്റ് വിപ്ഡ് ക്രീം, അതിനെ അങ്ങ് നല്ലതുപോലെ ലെയർ ചെയ്ത് കൊടുക്കും. അത് നല്ലതുപോലെ ആയി കഴിയുമ്പോഴത്തേക്കിനും അതിന്റെ മുകളിലേക്ക് 2ാമത്തെ പീസ് അങ്ങ് വെച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ഈ നടുക്ക് ഈ ഒരു വിപ്പ് ചെയ്ത ക്രീം വെക്കുമ്പോഴത്തേക്കിനും കെയർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ ആ സൈഡിലോട്ട് വരെ ഒന്നും വരണ്ട. കുറച്ച് സെന്ററിലായിട്ട് വെച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുകളിലത്തെ പീസ് വെക്കുമ്പം ഇത് സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് തൂവി പോവല്ലോ. അങ്ങനെ പോവാതിരിക്കാൻ. പിന്നെ മുകളിലേക്ക് ക്രീം വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ എക്സ്ട്രാ വെച്ചാലും കുഴപ്പമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ എക്സ്ട്രാ ക്രീം ഉണ്ടായിരുന്ന കാരണം ഞാൻ മുകളിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഗനാഷ് ഉണ്ടാക്കണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 230 ഗ്രാം ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഡയറി മിൽക്ക് ആണ്. ഇതല്ലാതെ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ഇപ്പം സെമി ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഡയറി മിൽക്ക് എടുത്തന്നേ ഉള്ളൂ. എന്നിട്ടൊരു പാൻ നമ്മൾ വെച്ചിട്ട് ആ പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ആ ബട്ടർ മെൽറ്റ് ആകുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കും. വിപ്പിംഗ് ക്രീം ഞാനൊരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ഇടുന്നത്. ആ വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അതായത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ. ആ പരുവം എത്തി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ടിട്ടുണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് ഈ ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഈ ചോക്ലേറ്റ് ഫുള്ളായിട്ട് മെൽറ്റ് ആവും. അപ്പൊ നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് എടുത്തിട്ട് വന്നിട്ട് ഞാൻ അതിനെ ഒരു ട്രേയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ഗനാഷ് ഒട്ടും തന്നെ അങ്ങ് ചീത്തയെ പോകണ്ട, താഴെയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ഇതങ്ങ് നല്ല തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ ഈ ബട്ടറും ചോക്ലേറ്റും ഒക്കെ അല്ലേ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഫുൾ അതിന്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് ഈ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സ്പാച്ചുല കൊണ്ട് തന്നെ ഈ സൈഡിലും ഒക്കെ നല്ലതുപോലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തപ്പം ഫുള്ളായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ ഇതേപോലെ ആക്കാം. എൻ്റെ ഒരു ലെവലർ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കേക്ക്സ് ഒക്കെ ലെവൽ ചെയ്യുന്ന സംഭവമില്ലേ, അത് വെച്ചിട്ട് ആ സൈഡൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുത്താൽ അവിടെയൊക്കെ അങ്ങനെ പറ്റിയിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയിക്കോളും. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ഞാനിപ്പം ജസ്റ്റ് എൻ്റെ കയ്യിൽ നേരത്തെ കേക്ക് വാങ്ങിയതിൻ്റെ കവർ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് അങ്ങ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കുന്നേ ഉള്ളേ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത്ര ആക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലിരിക്കും. ഇതങ്ങ് നല്ല കട്ടിയാകും കേട്ടോ. അതാണ് ശരിക്കും നല്ലത്. നമ്മൾ അപ്പം തന്നെ എടുക്കുമ്പം ഇപ്പം നമ്മൾ ഒഴിച്ചപ്പോൾ ഉള്ള ആ ഒരു പരുവം ഉണ്ടല്ലോ, ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്ത് പുറത്തൊന്നും വെച്ചാലൊന്നും ഇത് മെൽറ്റ് ആവത്തൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ഇത്ര ആക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനൊക്കെയുള്ള അകത്തുനിന്ന് വരുന്ന ആ ഒരു ടെക്സ്ചറും ആ ഒരു ഷേപ്പും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് തന്നെ ഒരു 2 ലെയർ കേക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. ഇനി ഇതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി, നമ്മൾ ആദ്യം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി കൂട്ടി അല്ലെങ്കിൽ 2 സെയിം ടൈപ്പിലുള്ള പാൻ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് 4 ലെയറിലെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതേപോലത്തെ 2 കേക്ക് ഉണ്ടാക്കുക. എന്നിട്ട് 2 പാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാൻ ഉണ്ടെങ്കിൽ ഒറ്റ പാനേ ഉള്ളെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ കേക്ക് ഉണ്ടാക്കുക, അത് മാറ്റിയിട്ട് അടുത്ത സെയിം പാൻ വെച്ചിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുത്ത് അടുത്ത പാൻ ഉണ്ടാക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു 3 ലെയർ or 4 ലെയർ കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത് കണ്ടോ, കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതിന്റെ ആ ഒരു അകത്ത് നമ്മൾ ആ മിഡിലിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ ചോക്ലേറ്റ് വിപ്ഡ് ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു, മുകളിൽ ഗനാഷ് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്, യമ്മിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിനകത്ത് പിന്നെ നമ്മളിങ്ങനെ റമ്മോ ബ്രാൻഡി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഗനാഷ് ഉണ്ടാക്കിയ ടൈമിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം, അത് വേണ്ടവർക്ക്. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും മതി, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഇത് ഹെൽപ്ഫുൾ ആകും തോന്നുന്നവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ടും, അതേപോലെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണ് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും നോട്ടിഫിക്കേഷൻസ് കിട്ടും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.